നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെക്കുറിച്ചാണ്. ചിത്തിര നക്ഷത്രക്കാരുടെ 2026 വർഷ മാർച്ച് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഇവർക്കുണ്ടാകാൻ പോകുന്ന ഭാഗ്യ ദൗർഭാഗ്യങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ജ്യോതിഷപ്രകാരമുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ഇത് അറിയുന്നതുകൊണ്ട് ഇവർക്ക് ഇതിനെ എങ്ങനെ നേരിടണമെന്നും എങ്ങനെയൊക്കെ ഇവരുടെ അനുഭവങ്ങൾ നമ്മൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരണമെന്നും ഒക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി ഒന്ന് കാണുവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിലെ ആദ്യ ഭാഗത്ത് ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചില സംശയങ്ങളും ചില ഉത്കണ്ഠകളും ഒക്കെ അത് യാഥാർത്ഥ്യമാകുന്നോ എന്നുള്ള ഒരു ഭയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. അങ്ങനെ ഒരു ഭയം നിങ്ങളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുകയും അത് എന്താണെന്ന് വ്യക്തത വരുത്തുകയും ചെയ്യുക. നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് കാലഘട്ടമായിട്ട് ഇത് അങ്ങനെയാണോ, അതുപോലെയാണോ ഇത് പോകുന്നത് എന്നൊരു സംശയം, അത് അങ്ങനെ പോയാൽ ശരിയാകില്ലല്ലോ എന്നുള്ള ഒരു ഭയം, അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നിങ്ങളത് കണ്ടെത്തി അതിനെ പരിഹരിക്കുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെറിയ വഞ്ചനയ്ക്കൊക്കെ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ ചതിക്കപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ഒറ്റിക്കൊടുക്കുക എന്നൊക്കെ പറയില്ല. നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിയാമായിരിക്കും. അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില സമയത്ത് അവരുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ മൂലം നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവര് പോലും അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന ചില രഹസ്യങ്ങളൊക്കെ പുറത്താവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വാഹന ഉപയോഗമൊക്കെ നിങ്ങൾ മാർച്ച് 5-ാം തീയതി വരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ അപകടങ്ങളൊക്കെ നിങ്ങളിൽ പതിയിരിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചില ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മുക്തനായില്ല എങ്കിൽ, അതിൽ നിന്ന് മുക്തി നിങ്ങൾ നേടിയില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ വിള്ളലുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്തിക ജീവിതമൊക്കെ നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നതാണ് ഇതുമൂലം. ഈ ചിത്തിര നക്ഷത്രക്കാരുടെ വിവാഹകാര്യം എടുത്താലും ഈ മാർച്ച് 1 മുതൽ 15 വരെ ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് വിവാഹം ആലോചിച്ച് ഇറങ്ങുന്ന ആളുകളുടെ കാര്യത്തിലാണ് പറഞ്ഞത്. വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് വിവാഹം നടത്തുന്നത് കൊണ്ട് തെറ്റില്ല. ചിത്തിര നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമാണ്. ആദ്യ പകുതിയിൽ അത്ര ഗുണമില്ലെങ്കിലും 2-ാം പകുതിയിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഗുണങ്ങളാണ് കാണുന്നത്. സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനത്തിനൊക്കെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ട പ്രാരംഭ നടപടികളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. നിങ്ങൾ ഈ സമയത്ത് ഒരിക്കലും കടം കൊടുക്കാൻ പാടില്ല. കടം കൊടുത്ത പണമൊന്നും തിരികെ ലഭിക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് കടം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ട് അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ബിസിനസ്സിൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലം ചെറിയ അപാകതകളാണ് കാണുന്നത്. മാർച്ച് 9-ാം തീയതി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭാഗ്യമൊക്കെ നിങ്ങളെ തുണയ്ക്കുന്നതാണ്. ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ശത്രുശല്യമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. ആരോഗ്യ കാര്യത്തിലും മെച്ചമുണ്ടാകുന്ന ഒരു സമയമാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ നമ്മൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ സമ്പത്തൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ ഏറെയാണ്. അതുപോലെ തന്നെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് തൊഴിൽ നോക്കുന്നതും വളരെ നല്ലതാണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു സമ്മിശ്ര ഫലമാണെന്ന്. ആദ്യ പകുതി കഴിഞ്ഞ് 9-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ ഒരു കരുതൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പരിചയമുള്ളവർക്ക് ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രോക്കറിംഗിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്
വളരെ നല്ലൊരു സമയമാണ് 9-ാം തീയതിക്ക് ശേഷം. സ്വയം തൊഴിലിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ 9-ാം തീയതിക്ക് ശേഷം ഒന്ന് പരിശ്രമിക്കുന്ന വളരെ നല്ലതാണ്. ലോണുകളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ആഭിചാര ക്രിയയിലൊക്കെ ചെറിയ വിശ്വാസം വരുന്ന ഒരു സമയമാണ്. ഒരു കാര്യം നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ പറയല്ല. ഈ ആഭിചാര കർമ്മത്തിന് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾക്ക് ചെറിയ ആ സമയത്തെ ഒരു ഫലവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഒരു പരിധി കഴിയുമ്പോഴേക്കും ഇത് നമ്മൾക്ക് തിരിച്ച് അടിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആർക്കെങ്കിലും എതിരെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ വിജയത്തിന് വേണ്ടിയൊക്കെ നമ്മൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെയുള്ള ഒരു ആഭിചാരമൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. എന്നാൽ മറ്റൊരാളെ തകർത്തുകൊണ്ട് നിങ്ങളുടെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം അതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതാണ്. തലമുറകൾക്ക് പോലും നാശമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആഭിചാര കർമ്മത്തിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസം വരുന്നത് കുഴപ്പമില്ല. പക്ഷെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണമെന്നേ നമ്മൾക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ചിത്തിര നക്ഷത്രക്കാര് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചീത്ത ഫലങ്ങൾ നമ്മൾക്ക് കൂടുതൽ നമ്മളുടെ ജീവിതത്തിൽ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടായി കഴിഞ്ഞാൽ ഈ അപകടങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അത് നിത്യവും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തിന്റെ നാമം ജപിക്കുകയോ മന്ത്രങ്ങൾ ഉരുവിടുകയോ ചെയ്യുക. ഇത് ഒരു 7 തവണയെങ്കിലും ആവർത്തിക്കണം. അതുപോലെ തന്നെ സൂര്യഭഗവാനെ സ്മരിക്കുന്നതും വളരെ നല്ലതാണ്. തുളസിച്ചെടി പരിപാലിക്കുന്നതും വളരെ നല്ലതാണ്. അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പരാജയങ്ങളൊക്കെ ഒരുപാട് മാറിക്കിട്ടുകയും വിജയങ്ങൾ കൂടുകയും ചെയ്യുന്നതാണ്. നമ്മൾ പലതിനെയും വിധി എന്ന് പഴിക്കാറുണ്ട്. എന്നാൽ വിധിയെ നമ്മൾക്ക് കുറച്ചൊക്കെ മാറ്റി എഴുതാൻ കഴിയുന്നതാണ്. അതിനെയാണ് നമ്മളുടെ കർമ്മവും നമ്മളുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.